1980 വീണ്ടും വന്നു സഖാവ് നായനാർ. 2 കൊല്ലം ഭരിക്കാൻ പറ്റുള്ളൂ. അന്നാണ് ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള സാമൂഹ്യക്ഷേമ പെൻഷന്റെ തുടക്കം കുറിച്ചത്. 2 കൊല്ലം ഭരിക്കാൻ പറ്റിയിട്ടുള്ളെങ്കിലും പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞ കർഷക തൊഴിലാളിക്ക് പ്രതിമാസം പെൻഷൻ കൊടുക്കുന്ന ഏർപ്പാടിന് തുടക്കം കുറിച്ചത് അന്നാണ്. അന്ന് എത്രയായിരുന്നു പെൻഷൻ? 45 റുപ്യ. നോക്കണം നിങ്ങൾ, ഒരു ദിവസം 1.5 റുപ്യ അല്ലേ? അന്ന് ഈ കോൺഗ്രസ്സുകാരെന്താ പറഞ്ഞത്? അയ്യോ, സർക്കാർ ഖജാനാവിൽ നിന്നുള്ള പെൻഷൻ ആർക്കാണ്? അത് തൂമ്പാ പണിയെടുത്തിട്ടുള്ള ആളുകൾക്കാണോ കൊടുക്കേണ്ടത്? സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അധ്യാപകന്മാർക്കും മാത്രമാണ് പെൻഷൻ അർഹതയുള്ളത്. ഖജാനാവ് കാലിയാക്കുന്ന ഈ ഏർപ്പാടാണ്. എന്ന് മാത്രമല്ല, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് ഈ പാവപ്പെട്ടവർക്ക് സർക്കാരിന്റെ ഖജാനാവിൽ നിന്ന് പെൻഷൻ കൊടുക്കുന്നത് പ്രത്യുൽപാദനപരമല്ലാത്തതാണ് എന്ന് കോൺഗ്രസ് കുറ്റപ്പെടും. അതാണ് കോൺഗ്രസ്, അതാണ് വലതുപക്ഷം. ഇപ്പുറത്തോ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം ഒരു ജനാധിപത്യ വ്യവസ്ഥയിലെ ഗവൺമെന്റിനുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കും എന്ന് ഉറച്ചു പ്രഖ്യാപിച്ചു സഖാവ് നായനാർ. ഇന്നിപ്പോ ആ സാമൂഹ്യക്ഷേമ പെൻഷൻ എത്രയായി വർദ്ധിപ്പിച്ചു? 45 റുപ്യയിൽ നിന്ന് 1600 റുപ്യ അല്ലേ? ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ വേറിട്ട നടപടികൾ, നിലപാടുകൾ, നയങ്ങൾ.